ഹലോ ഓൾ വെൽക്കം ടു ടീം ആൻഡ്രൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേവി SSR-MR സ്റ്റേജ് 2ന്റെ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണും. നിങ്ങൾക്ക് നേവിയുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിലെ ഒരു കുട്ടിയുടെ അഡ്മിറ്റ് കാർഡ് ആണ്. അഡ്മിറ്റ് കാർഡ് എല്ലാവർക്കും നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇമെയിൽ ഐഡിയും യൂസർ നെയിമും ക്യാപ്ചയും എൻ്റർ ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നേവി SSR-MR സ്റ്റേജ് 2ന്റെ സെലക്ഷൻ പ്രോസസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം PFT ആണ് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ഫൈനലി നിങ്ങൾക്ക് എന്താണ് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇത്രയുമാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാമിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ എന്താണ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ പറഞ്ഞ പ്രോസസ്സിലുള്ള ഡോക്യുമെന്റ്സ്, അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഡോക്യുമെന്റ്സ് വരുന്നത് ഫസ്റ്റ് എന്താണ്, സ്റ്റേജ് 2ന്റെ അഡ്മിറ്റ് കാർഡ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേജ് 2ന്റെ അഡ്മിറ്റ് കാർഡ് ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സൈറ്റിൽ കയറിയാൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സെക്കൻഡ് വരുന്നത് സ്റ്റേജ് 1ന്റെ അഡ്മിറ്റ് കാർഡ് ആണ്. സ്റ്റേജ് 1ന്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ എക്സാം എഴുതുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. സോ ആ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾ തീർച്ചയായിട്ടും കയ്യിൽ കരുതുക. തേർഡ് വൺ വരുന്നത് നിങ്ങളുടെ ആധാർ കാർഡ് ആണ്. ഒറിജിനൽ തന്നെ കൊണ്ടുപോകുക. നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ ആയിട്ടാണ് ആധാർ കാർഡ് വേണ്ടത്. സോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ NCC സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്ത ടൈമിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും NCC സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ ഫിഫ്ത്ത് വൺ വരുന്നത് എന്താണ്, നിങ്ങളുടെ പാൻ കാർഡ് ആണ്. അതിനുശേഷം വരുന്നത് നിങ്ങളുടെ 10th അല്ലെങ്കിൽ +2ന്റെ മാർക്ക് ഷീറ്റ് ആണ് വരുന്നത്. മാർക്ക് ഷീറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കയ്യിൽ കരുതേണ്ട ഒന്നാണ്. അതിനുശേഷം വരുന്നത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങളുടെ സ്ഥിരതാമസം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. സോ അതിനുശേഷം വരുന്നതാണ് നിങ്ങളുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോം ആണ്. സെൽഫ് ഡിക്ലറേഷൻ ഫോമിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. സോ ആ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം എന്താണ് നിങ്ങൾ തീർച്ചയായിട്ടും കയ്യിൽ കരുതുക. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ആണ്. അതെന്താണ് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. 3 മാസത്തിനുള്ളിലെടുത്ത നിങ്ങളുടെ 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം നിങ്ങൾ കയ്യിൽ കരുതാനായിട്ട്. സോ അതിന് മുന്നേ എടുത്ത ഫോട്ടോസ് ഒന്നും അലോഡ് ആയിരിക്കുന്നതല്ല. അതുകൊണ്ട് എന്താണ് 3 മാസത്തിനുള്ളിൽ നിങ്ങളെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് 6 എണ്ണം തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്. ഇതിലൊന്നും പോലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഇത്രയും ഡോക്യുമെന്റ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, സെൽഫ് ഡിക്ലറേഷൻ ഫോമിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോമോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പേരന്റിന്റെ എന്താണ് കൺസേർട്ട് ഫോമോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ഇതാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ് വരുന്നത്. നിങ്ങളൊരു 18 വയസ്സിന് താഴെയുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരന്റിന്റെ സൈൻ ചെയ്ത ഈ ഒരു ഫോം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതല്ല നിങ്ങൾ 18 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് സൈൻ ചെയ്ത ഒരു ഫോം ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത്. സോ ഇതാണ് ഇതിന്റെ ഫോർമാറ്റ് വരുന്നത്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുക. പേരൻസിന്റെ കൺസേൺ ഫോം നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഡോക്യുമെന്റ്സ് കയ്യിൽ കരുതാതിരിക്കരുത്. എല്ലാ ഡോക്യുമെന്റ്സും മിസ് ചെയ്യാതെ തന്നെ എന്താണ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. സോ ഈ ഒരു സ്റ്റേജ് 2ന്റെ പ്രോസസ്സിലൊന്നും നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ്സ് ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഡോക്യുമെന്റ്സ് എല്ലാം നന്നായിട്ട് ക്യാരി ചെയ്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റ്സിൽ വരുന്നത്. നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ നേവി SSR-MRന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഈ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ എക്സാമിനായിട്ട്. SSRന്റെ ഓൺലൈൻ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1999 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലൂടെ എന്താണ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതല്ല നിങ്ങൾ മോക്ക് ടെസ്റ്റ് മാത്രമാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിലും ടെലഗ്രാം ചാനലിലും ഇതിന്റെ PDFs എല്ലാം അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതിന്റെ 2 ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ ബെനിഫിറ്റ് ചെയ്യുന്ന ചാനലാണ് നിങ്ങൾക്ക്. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്.
ഡോക്യുമെന്റ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് ക്യാരി ചെയ്ത് വെക്കുക. ഈ ഒരു പ്രോസസ്സിൽ ഫുള്ള് നിങ്ങൾ എന്താണ് ഡോക്യുമെന്റ്സ് ഒന്നും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.